ഷെൽവീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് കുറച്ച് മത്തിയാണ് എടുത്തിട്ടുള്ളത്. മത്തി നമ്മൾ വെട്ടിക്കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ്. കുഞ്ഞു മത്തി ആയാറും ഞാൻ വരഞ്ഞു കൊടുത്തിട്ടില്ല. അതിലേക്ക് നമുക്കൊരു ടീസ്പൂണ് എരിവുള്ള മുളകാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്, മുളക് പൊടി. ഒരു സ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ആവശ്യത്തിന് നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഒരു അരമുറി ചെറുനാരങ്ങ നീരൊഴിച്ച് കൊടുക്കാം. ലേശം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വരണമെങ്കിൽ നമുക്ക് വരഞ്ഞെടുക്കാം കേട്ടോ. കുരുമുളക് പൊടി നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ചേർക്കാം. ഇത് ചേർത്തില്ലെങ്കിലും ഒരു കുഴപ്പമില്ല കേട്ടോ. നമുക്ക് നമ്മുടെ വീട്ടിൽ എന്താ ഉള്ളതെന്ന് വെച്ചാൽ അതുകൊണ്ട് നമ്മൾ തയ്യാറാക്കി എടുത്താൽ മതി. അപ്പോൾ നമ്മളൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് വറുത്തെടുക്കാം. ഓയിൽ ഒഴിച്ച് കൊടുത്തൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് മീനിട്ട് കൊടുക്കാം. ഇങ്ങനെ എല്ലാം നമുക്ക് ഇട്ട് കൊടുക്കാം. പകുതി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനിടയ്ക്ക് നമുക്ക് ഓരോ പച്ചമുളക് വെച്ച് കൊടുക്കാം. ഇനി ഒന്ന് മുരിഞ്ഞ് വരട്ടെ. നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. പച്ചമുളക് ഉണ്ടല്ലേ, പച്ചമുളക് പൊട്ടിത്തെറിക്കുന്നതാണ്. ഇങ്ങനെ പച്ചമുളക് വയ്ക്കുമ്പോൾ സൂക്ഷിച്ച് വേണം വയ്ക്കാനായിട്ട്. എല്ലാം നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് കോരി മാറ്റാം. നമ്മുടെ പച്ചമുളകും വെന്തിട്ടുണ്ട്. ഇനി ഒരു ട്രിപ്പും കൂടെ ഉണ്ട് നമുക്ക് വറുക്കാൻ. അതും കൂടെ നമുക്കൊന്ന് വറുത്തെടുക്കാം. കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് വേറെ എണ്ണ ഒന്നും ഒഴിക്കണ്ട. ഈ എണ്ണയിൽ തന്നെ നമുക്ക് വറുത്തെടുത്താൽ മതി. അടുത്ത ട്രിപ്പ് വെന്തിട്ടുണ്ട്. നമുക്ക് മാറ്റാം. ഒരു തവ വെച്ച് കൊടുക്കാം. നമ്മുടെ പാത്രം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കൊരു ഇല വെച്ച് കൊടുക്കാം. നമ്മളൊരു 3 തണ്ട് കറിവേപ്പില വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ കുഞ്ഞുമത്തി ഇതെങ്ങനെ കോരി വെച്ച് കൊടുക്കാം. നമുക്ക് ആദ്യം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടില്ലേ, അതും കൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് നമുക്ക് 2 തണ്ട് കറിവേപ്പില മുകളിൽ വെച്ച് കൊടുക്കാം. നമുക്കത് നമ്മൾ തേങ്ങയുടെ 1/4 പാലാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇലയിട്ട് ഇങ്ങനെ മൂടി കൊടുക്കാം. നമുക്ക് അടപ്പുണ്ടെന്ന് അടച്ചു കൊടുക്കാം. ഒരു 2 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ. ഇനി നമുക്ക് തുറന്ന് വെച്ച് കൊടുക്കാം. ഞാൻ പാലൊക്കെ ഒന്ന് വറ്റി വരട്ടെ. ഇല എടുത്ത് മാറ്റാം. നമ്മുടെ മത്തി ഫ്രൈ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല തേങ്ങാപ്പാലിൽ നമ്മൾ ഒഴിച്ച് നല്ല സൂപ്പർ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കും കേട്ടോ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ടാറ്റാ ബൈ ബൈ.